ബജറ്റിന് പിന്നാലെ പ്രതിപക്ഷ വിമർശനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും CPI മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം സർക്കാരിനെ ഞെട്ടിച്ചു. എതിർ പറയിച്ചത് കൂടാതെ ഭക്ഷ്യമന്ത്രി പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചു. ഈ സാഹചര്യത്തിലേക്ക് CPI മന്ത്രിമാരെ എത്തിച്ചത് എന്താണ്? വിലക്കയറ്റം പിടിച്ചു നിർത്താനും വിപണി ഇടപെടലിനുമായി കഴിഞ്ഞ ബജറ്റിൽ KN ബാലഗോപാൽ പ്രഖ്യാപിച്ചത് 2000 കോടി രൂപ. ഇത്തവണ 1 രൂപ പോലുമില്ല. ഭക്ഷ്യവകുപ്പിന് ആകെ അനുവദിച്ചത് 55 കോടി രൂപ മാത്രം. മുൻ ബജറ്റിനെ അപേക്ഷിച്ച് 50 കോടി രൂപ കുറവാണ് മൃഗസംരക്ഷണ ക്ഷീരവകുപ്പിനും അനുവദിച്ചത്. ബജറ്റിനെതിരെ CPI മന്ത്രിമാരുടെ പ്രതിഷേധത്തിന് കാരണമായതും ഇതാണ്. സബ്സിഡി നൽകിയതിൽ 2011 കോടി രൂപ സർക്കാർ ഇപ്പോൾ തന്നെ സപ്ലൈകോയ്ക്ക് നൽകാനുണ്ട്. വിപണി ഇടപെടൽ അങ്ങനെ ഒരു പ്രഖ്യാപനം പോലും ഇല്ലാതെയായി. 13 ഇനങ്ങളുടെ സബ്സിഡിയും അവസാനിപ്പിച്ചേക്കും. കൃഷി, റവന്യൂ വകുപ്പുകൾക്ക് മുൻ വർഷത്തേക്കാൾ കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബജറ്റ് വിഹിതം പോരാ എന്ന നിലപാടിലാണ് 2 മന്ത്രിമാരും. മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ ഭരിക്കുന്ന ഗതാഗത വകുപ്പിന് 1729 കോടി രൂപയും ഊർജ്ജ വകുപ്പിന് 1150 കോടി രൂപയും ജലസേചന വകുപ്പിന് 588 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. CPM മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പിനും മാന്യമായ പരിഗണന ബജറ്റിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ CPM ഭരിക്കുന്ന സഹകരണ വകുപ്പിന് 134 കോടി രൂപ മാത്രം മാറ്റിവെച്ചത് പര്യാപ്തമല്ല എന്ന വിലയിരുത്തലുമുണ്ട്. പ്രതിപക്ഷ വിമർശനത്തിനു പുറമെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ എതിർസ്വരങ്ങൾ ഉയർന്നതോടെ ഈ പ്രശ്നങ്ങളൊന്നും അവഗണിച്ച് ധനമന്ത്രിക്ക് മുന്നോട്ട് പോകാനുമാകില്ല.